ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി ഡേ. ആദ്യമേ പറയട്ടെ, കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന ഈ ഒരു വീട്, ഈ ഒരു വിലയ്ക്ക് ഇതൊരു ബെസ്റ്റ് ഡീലായിരിക്കും. വീടിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇൻറ്റീരിയർ അടക്കം മൊത്തം സൂപ്പറാക്കിയിട്ടുണ്ട്. ഈ വിലയ്ക്ക് നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു വീടും സ്ഥലവും. ഈ വീടിൻ്റെ മുന്നിൽ മാവും ഡ്രസ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് മുൻഭാഗം കാര്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. വീടിന് 4 ചുറ്റും ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പാളയംകുടമ്പഴം പഴുക്കാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ. എന്തായാലും നല്ല കിണർ വെള്ളമാണ് ഇവിടുത്തെ. ഈ വീടിൻ്റെ ഓരോ ഭാഗത്തും ഡിസൈനൊക്കെ നല്ല നല്ല വെറൈറ്റികൾ ചെയ്ത് നൈസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുറ്റത്തേക്ക് വരികയാണെങ്കിൽ ഈസി ആയിട്ട് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 സൈഡിലും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ കളർഫുള്ളായിട്ടുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഫ്ലോറിങ് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലോറിങ്. ഇനി മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വർക്ക് ചെയ്താൽ നല്ലൊരു സ്ട്രോങ് ഡോർ കടന്ന് വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അകമാണ് വീടിൻ്റെ. നല്ല തെളിച്ചം വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്ലോറിങ് ആണെങ്കിൽ നല്ല ക്രീം കളറിൽ വെട്രിഫൈഡ് ടൈൽ ഫ്ലോറിങ്, അതും കലക്കിയിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കുള്ള ഭാഗമൊക്കെ ഒട്ടും കവേർഡ് അല്ല, വളരെ ഓപ്പൺ ആണ്. വളരെ വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്കൊരു പ്രൈവസി ആവശ്യമാണെങ്കിൽ ചെറിയൊരു കർട്ടനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയൊരു ഡിസൈൻ വർക്കോ ചെയ്ത് അവിടെ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ. വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് നൈസാന്ന് അറിയുമോ സ്റ്റെപ്പിൻ്റെ ഡിസൈനൊക്കെ കാണാൻ. ഇനി താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ്റൂം ഒന്ന് നോക്കിയിട്ട് പോവാം. വലിയ ബെഡ്റൂം, നല്ല കളർഫുള്ളായിട്ടുള്ള വാർഡ്രോബിൻ്റെ ഡിസൈൻ. പിന്നെ വാഷ്റൂമിൻ്റെ മുകളിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ ഡോറൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയൊരു ഡബിൾ കോട്ട് കട്ടിലുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ബെഡ്റൂമിന്. അത് ബെഡ്റൂമിന് മാത്രമല്ല, വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല സ്പേസ് കൊടുത്തിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കാം. ചെറുതായിട്ട് ഒരു കബോർഡ് വർക്കും പിന്നെ ആ ഒരു ഷെൽഫിൻ്റെ ഒരു ഡോറും ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള കുട്ടപ്പനായി. നല്ല സ്പേസ് ഉണ്ട്. തൊട്ടടുത്ത് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അവിടെ തന്നെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ബാക്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഡ്രസ്സ് കിടക്കണതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. ഇനി മുകളിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. നിലവിൽ 2 ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട്. മുകളിൽ 2 ബെഡ്റൂം കൂടിയും എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. മൊത്തം 5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ എ ക്ലാസ് ക്വാളിറ്റിയിൽ പണിതിട്ടുള്ള വീട്ടിൽ എന്താ പറയുക, നല്ല തെളിച്ചുള്ള നല്ലൊരു വീട്. ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിൽ ഗുരുവായൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് 2.5 കിലോമീറ്ററിലാണ് നിൽക്കുന്നത്. 3 വർഷമേ പഴക്കമുള്ള വീടിന്. വീട്ടുകാർ ചോദിക്കുന്ന ഒരു ലാസ്റ്റ് റേറ്റ് 33 ലക്ഷമാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒറ്റ കാരണമുള്ള കൊടുക്കണതിന് താമസിക്കാൻ ആളില്ല. അപ്പോൾ ഈ ഭാഗത്ത് വീട് നോക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വന്ന് നേരിട്ട് കാണുക, കാര്യങ്ങൾ സംസാരിക്കുക, കച്ചവടത്തിലേക്ക് എത്തിക്കുക. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.